എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കും. ഇതുവരെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് നാളെ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ജൂൺ 24-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നുള്ളത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സർക്കുലറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 3,22,000 വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നാളെ മുതൽ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഹാജരാകാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് യൂണിഫോം വാങ്ങിക്കണോ എന്നുള്ളത്. നിങ്ങൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അവിടെ തന്നെ തുടരാനാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാതെ, അതായത് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം വാങ്ങിക്കാവുന്നതാണ്. എന്നാൽ മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. കാരണം വെറുതെ അതിൻ്റെ പൈസ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന്, അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് യാതൊരു സർക്കുലറും വന്നിട്ടില്ല. അപ്പോൾ അത് ഉടൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറൊന്നും വരാത്തത് കൊണ്ടാണ് നിങ്ങളെ ആ ഒരു കാര്യം അറിയിക്കാത്തത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതലാണ് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ആരംഭിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 24-ാം തീയതി, അതായത് നാളെ മുതൽ 26-ാം തീയതി വരെയാണ് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിൽ നിന്നും ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ ഒരു സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഏകദേശം 20% സീറ്റാണ് ഓരോ കോഴ്സിലും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് നിലവിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പാളിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം അനുവദിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ കോഴ്സ് മാറാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പാളിനോട് ആ ഒരു ഫോം നാളെ വാങ്ങി ഫില്ല് ചെയ്ത് സ്കൂൾ പ്രിൻസിപ്പാളിന് നൽകുക. സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറുന്നതിനുള്ള അവസരം നൽകുന്നതായിരിക്കും. സ്കൂൾ മാറ്റമല്ല, ജസ്റ്റ് കോഴ്സ് മാത്രം മാറാനായിട്ട് സാധിക്കുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതെ, എന്നാൽ സ്പോർട്സ് കോട്ടയിൽ ബന്ധപ്പെട്ട അച്ചീവ്മെൻറ്റ്, അതായത് സ്പോർട്സിൽ വല്ല നേട്ടം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും അതിനുശേഷം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയി അത് വെരിഫൈ ചെയ്യുന്നതിനും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് രജിസ്ട്രേഷൻ, അതായത് സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം. അപ്പോൾ ജൂൺ 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുക. ജൂൺ 26-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് പുതിയ വേക്കൻസി ലിസ്റ്റ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകുന്നതിനും 26-ാം തീയതി വരെയാണ് അവസരം. അപ്പോൾ ഇതുവരെ ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു 26-ാം തീയതിക്കാം, അതായത് 25-ാം തീയതിക്കാം അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് സ്കോർ കാർഡ് അത് വെരിഫൈ ചെയ്തുകൊണ്ട് ഈ ഒരു സ്കോർ കാർഡ് നേടുന്നതിനും, അതുപോലെ തന്നെ അതിനുശേഷം ഏകദേശം ഈ ഒരു ജൂൺ 26-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നതിനും സമയമുണ്ട്. അപ്പോൾ ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫർ മറ്റൊരു സ്കൂളിലേക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിലവിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. കാരണം ട്രാൻസ്ഫറിൽ മറ്റൊരു സ്കൂളിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിലവിൽ വാങ്ങിച്ച ആ യൂണിഫോം വെറുതെ നിങ്ങൾക്ക് കളയേണ്ടതായിട്ടോ അല്ലെങ്കിൽ വേസ്റ്റായിട്ടോ, അതായത് പൈസ വെറുതെ കളയുന്നതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റൊരു സ്കൂളിൽ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. എന്നാൽ സെയിം സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കാണ് മാറുന്നതെങ്കിൽ യൂണിഫോം വാങ്ങിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സർക്കുലറും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.